Welcome to Tips for Happy Life. ഒത്തിരി പേരുടെ ഒരു പരാതിയാണ് നല്ല കട്ടിയിൽ മീശ വളരുന്നില്ല എന്നുള്ളത്. ഇത് വലിയ ഒരു ഇഷ്യൂ ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. രോമ വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ആവണക്കെണ്ണ. ഇത് മേൽചുണ്ടിൽ പുരട്ടി മസാജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാവുന്നൊരു കാര്യം. പുരികം കുറവുള്ളവർക്കും മുടി കൊഴിച്ചിലുള്ളവർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോമ വളർച്ച കുറവുള്ള പുരുഷന്മാർക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ യാതൊരു ഭയവും വേണ്ട. പിന്നെ പലരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം കൂടെ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരിക്കലും രോമ വളർച്ച കൂട്ടുകയില്ല, പ്രത്യേകിച്ചും രോമ വളർച്ച കുറഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരിൽ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതേസമയം തന്നെ ചർമ്മം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പാരമ്പര്യമായിട്ട് രോമ വളർച്ച കുറവുള്ള വ്യക്തികളിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രോമ വളർച്ച അതുപോലെ തന്നെ പുരികമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ളവർ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ കുറവാണ് നമ്മുടെ ശരീരത്തിലെങ്കിൽ രോമ വളർച്ചയും കുറവായിരിക്കും. പ്രത്യേകിച്ച് മീശ, താടി എന്നീ ഭാഗങ്ങളിലൊക്കെയുള്ള രോമ വളർച്ച വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. ഇത് നോർമൽ ആകുവാനായിട്ട് ഡെയിലി 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. ജീരകവെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. 1/2 ടീസ്പൂൺ ജീരകം ഡെയിലി 8 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് തണുത്ത ശേഷം പല പ്രാവശ്യമായിട്ട് നമുക്ക് കുടിക്കാം. സാധാരണ കുടിവെള്ളം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ രോമകൂപങ്ങളിലെ വിഷാംശവും അഴുക്കുമെല്ലാം പൂർണ്ണമായി നീക്കാനും രോമ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഫുഡാണ്. വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ എ, ഡി, ഇ, സി എന്നിവ അടങ്ങിയ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം ഡെയിലി ആവശ്യമായ അളവിൽ ചെല്ലേണ്ടതുണ്ട്. ഇപ്പോൾ ചായ, കാപ്പി എന്നിവ ഒഴിവാക്കി അതിന് പകരമായിട്ട് ഗ്രീൻ ടീ എല്ലാവരും ഉപയോഗിക്കുക. ഡെയിലി മുട്ടയുടെ മഞ്ഞ കഴിച്ചിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഹോർമോൺ ലെവൽ കൂട്ടാനായിട്ട് സഹായിക്കുകയും രോമ വളർച്ചയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രോമ വളർച്ചയെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ സ്ട്രെസ് അഥവാ ടെൻഷനൊക്കെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ ശരിയായ രീതിയിൽ യോഗ പ്രാക്ടീസ് ചെയ്യുക. ഇന്നിപ്പോൾ ധാരാളം യോഗ സെൻറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. അതല്ല ബുക്കോ CD ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 2-3 മാസം നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സൊക്കെ നന്നായിട്ട് കുറയുന്നതാണ്. അപ്പോൾ സ്ട്രെസ്സ് മൂലമുള്ള രോമ വളർച്ചയാണ് നിങ്ങളിലെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. എന്തു തന്നെ ആയാലും സ്ട്രെസ് ഉള്ളവർ അത് പരിഹരിക്കേണ്ടത് നമ്മുടെ മൊത്തം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആവണക്കെണ്ണ യൂസ് ചെയ്യുന്ന കാര്യം. ആവണക്കെണ്ണ പലർക്കും ലഭ്യമാകുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് യൂക്കാലി തൈലം അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അതും വളരെ നല്ല ഒന്ന് തന്നെയാണ്. രോമ വളർച്ചയ്ക്ക് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ചർമ്മം വൃത്തിയായിട്ടിരിക്കാനും യൂക്കാലി തൈലം ഉപയോഗിക്കുന്നത് ബെസ്റ്റാണ്. ഇത് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ആവണക്കെണ്ണ അല്ലെങ്കിൽ യൂക്കാലി തൈലം ഉപയോഗിക്കാം. മസാജ് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് ആണ്. ഡെയിലി ചെയ്യേണ്ടതാണ്. മസാജ് കൊടുക്കേണ്ടത് റൗണ്ടിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കൈവിരൽ ഉപയോഗിച്ച് റൗണ്ടിൽ മസാജ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മീശ, താടി വളർച്ച തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതേക്കുറിച്ച് ഇപ്പോൾ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഹിന്ദി ഫിലിമിലൊക്കെ കാണാറില്ലേ, മീശയില്ലാത്ത സൂപ്പർ താരങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹാപ്പിയായും കോൺഫിഡൻ്റ് ആയിട്ടും ഒക്കെ ഇരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ടിപ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.